എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള 33 ടെക്നിക്കിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ പോയി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ടിപ്സും മോട്ടിവേഷനും ലോ ഓഫ് അട്രാക്ഷൻ സീക്രട്ട് ടിപ്സും എല്ലാം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. 33, ദ പവർ ഓഫ് നമ്പർ 33, 33 എന്തുകൊണ്ടാണ് 33 എന്നുള്ളൊരു സംഖ്യ? അത് അങ്ങനെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കി 5 എന്നുള്ളതിന് പറയും. എന്തുകൊണ്ടാണ് 33 എന്താണുള്ളത്? 33 നമ്മൾ ഓരോ മതമായിട്ടെടുക്കാം. 33 ഹിന്ദു റിലീജിയൻ ആദ്യം തന്നെ എടുക്കാം. 33 കോടി കേട്ടിട്ടില്ലേ? 33 കോടി ദൈവങ്ങൾ. അതെന്തൊക്കെയാണ്? 33 കോടി എന്ന് വെച്ചാൽ എന്താണ്? 33 അല്ലേ? അതെന്തൊക്കെയാണ്? 8 വസുക്കള്, 11 രുദ്രന്മാര്, 12 ആദിത്യന്മാര്, പ്രജാപതി, ഇന്ദ്രൻ. കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് എന്നാണ് അർത്ഥം. 33 എന്നാണ് അർത്ഥം. അതായത് 33 കോടി എന്നുള്ളതല്ല, ടൈപ്സ് എന്നാണ് അർത്ഥം. അത് വേദങ്ങളിലുള്ളതാണ്. അപ്പോൾ 33 അവിടെ വന്നു. ഇസ്ലാമിൽ എടുക്കാം. ഇസ്ലാമിൽ 33 ഒരുപാട് സ്ഥലത്തുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ജന്നയിൽ എല്ലാവരും 33 വയസ്സായിരിക്കും എല്ലാവർക്കും. പാരഡൈസിൽ അത് ഒരു 33 ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ദ സ്റ്റാർ ഓഫ് ഡേവിഡ് ക്രിസ്ത്യാനിറ്റിയിൽ അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ 33 ന്യൂമറിക് റെപ്രസെൻറ്റേഷൻ 33 സംഖ്യാരൂപത്തിൽ എഴുതുന്നത്. ആമേൻ എന്ന് പറയുന്നത് 33 സംഖ്യാരൂപത്തിൽ എഴുതുന്നത്. നമ്മളുടെ നട്ടലിൻ്റെ വേർട്ടിബ്രൈസ് 33 33 എല്ലായിടത്തും പ്രപഞ്ചത്തിൻ്റെ പല സ്ഥലത്തും 33 ഉണ്ട്. ജീസസിനെ ക്രൂസിഫൈ ചെയ്തത് 33 വയസ്സിലാണ്. 33 ഒരു ചില ആൾക്കാർ 33 വയസ്സാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ലൈഫ്. ക്രൂസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരർത്ഥം കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ അതൊരു നെഗറ്റീവ് കാര്യമില്ല. ക്രൂസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 33 വയസ്സിൽ ക്രൂസിഫൈ ആയ ജീസസ് അപ്പോൾ തന്നെ ഉയർത്തെഴുന്നേറ്റു അല്ലേ? ആ ഉയർത്തെഴുന്നേൽപ്പ് റൈസിങ് കൂടെയാണ്. അപ്പോൾ 33 എന്നുള്ള സംഖ്യ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. പ്രപഞ്ചത്തിൽ ഒരുപാട് സ്ഥലത്ത്, ഞാനത് വളരെ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് പറയാനുണ്ട് 33 കുറിച്ച്. പക്ഷെ അപ്പോൾ വീഡിയോ 1 മണിക്കൂറായി പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യത്തിനെ കുറിച്ചും അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. 369 ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്. ടെസ്ല കോഡ്, സീക്രട്ട് കോഡ് എന്നാണ് പറയുന്നത്. എന്താണ് 369? 369ലും ഒരു 33 ഉണ്ട്. 3 + 3 = 6. 3 × 3 9. 369ൻ്റെ ഒരു കോഡ് ഫോമാണത്. 33 വെച്ചാണ് അത് ഉണ്ടാക്കാം. അപ്പോൾ 33 എന്നുള്ളത് എല്ലായിടത്തും ഉള്ളതാണ്. ഇഷ്ടം പോലെ സ്ഥലത്തുണ്ടാവും. ഇപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് പലരും ആ 33 കാണുന്നുണ്ടാവും. അപ്പോൾ 33 ഈസ് എ ഡിവൈൻ നമ്പർ. 33 ഈസ് എ മാസ്റ്റർ നമ്പർ. അപ്പോൾ ഈ 33 എന്നുള്ളത് എങ്ങനെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിനേക്കാളും പവർഫുൾ. ഈ 33 ടെക്നിക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന നമുക്ക് ആവശ്യമുള്ളൊരു കാര്യത്തിനാണ്, അല്ലാതെ ഒരു ചെറിയ കാര്യങ്ങൾക്കല്ല. കാരണം അത്രയും പവർഫുള്ളാണ് 33. അതൊക്കെ അതേപോലെ തന്നെ അത്രയും വർക്ക് ഉള്ളതാണ് 33 മെത്തേഡ്. സാധാരണ 5 എന്ന് പറയുമ്പോൾ 5 ദിവസം എഴുതിയാൽ മതി. 33 അങ്ങനെയല്ല. പല സ്ഥലത്തും തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല. 33 എന്ന് പറയുന്നത് ആദ്യം നിങ്ങളൊരു ഗോൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ ആ ഗോൾ ഉണ്ടാക്കുക. നിങ്ങൾക്കിപ്പോൾ ഞാൻ എന്നും പറയുന്ന എക്സാമ്പിളാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു വീട് വെക്കലാണ് ആവശ്യം. ഈ വീട് വെക്കുന്നത് പറയുമ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വീട് വെക്കുന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. വീട് വെക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തും ഇതിൽ സങ്കല്പിക്കാം. എക്സാമ്പിൾ മാത്രമാണ് വീട് വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കേട്ടിട്ട് മാത്രമാണ് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വീഡിയോ മുഴുവൻ കേൾക്കാതെ മെത്തേഡ് വരെ നമ്മൾ തെറ്റിപ്പോകും. വീഡിയോ ഫുള്ളായിട്ട് കേട്ടാൽ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും ഞാൻ ഒരു പോയിന്റ് പറയുന്നത് അതിനെക്കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 33 മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരാഗ്രഹം കണ്ടെത്തി കഴിഞ്ഞു. അതിനുശേഷം
അത് എല്ലാ ദിവസവും ഒരു 33 പേപ്പർ കടയിൽ നിന്ന് വാങ്ങുക. അത് സ്പൈറൽ ബൈൻഡ് ചെയ്യുക. ഓക്കെ, സ്പൈറൽ ബൈൻഡ് ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല, സ്പൈറൽ ബൈൻഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിൻ്റെ പുറത്ത് എഴുതുക 33 മാനിഫെസ്റ്റേഷൻ ടെക്നിക് പ്രോസസ് എന്ന് വേണമെങ്കിൽ എഴുതുക. ദിസ് ഇസ് ഓൾ മൈൻഡ് ആണ്. 33 പ്രാവശ്യം നിങ്ങൾ വൈകിട്ട് 3:30 എഴുതുക. വൈകിട്ട് 3:30 33 പ്രാവശ്യം നിങ്ങളിത് എഴുതുക. രാത്രിയിലും എഴുതാം. രാത്രിയിൽ എഴുതാൻ ഏറ്റവും നല്ല സമയം കിടന്നുറങ്ങുന്നതിന് മുമ്പാണ്. ഒന്നുകിൽ വൈകിട്ട് 3:30 എഴുതുക, അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുമല്ലോ, നമ്മൾ ഉറക്കം വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കത്തില്ല, അടുത്തത് ഉറക്കമാണെന്നുള്ള രീതിയിലുള്ളത് ആ സമയത്ത് എഴുതുക. ഭയങ്കര നല്ല സമയമാണ്. 33 പ്രാവശ്യം എഴുതുക. 33 പ്രാവശ്യം 33 ദിവസം എഴുതുക. അതാണ് അതിൻ്റെ സീക്രട്ട്. എഴുതുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ആഗ്രഹം നടക്കുന്നത് നിങ്ങളുടെ മനസ്സുകൊണ്ട് കാണുക. കണ്ണ് തുറന്നും കാണാമല്ലോ. കണ്ണ് തുറന്ന് കണ്ടിട്ടില്ല, നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പോൾ സാറുമാർ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കണ്ണ് തുറന്നല്ലേ സ്വപ്നം കാണാം. കണ്ണ് തുറന്ന് ഉറങ്ങുന്നവരുണ്ട് അല്ലേ, കണ്ണ് തുറന്ന് സ്വപ്നം കാണുന്നവരുണ്ട്, പല കണ്ണ് തുറന്ന് പല കാര്യങ്ങളും ചെയ്യുന്നവർ. അപ്പോൾ കണ്ണ് തുറന്ന് നമുക്കിത് കാണാം. വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നവരും ആ പോയിന്റ് ആലോചിച്ചാൽ മതി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ണ് തുറന്ന് എങ്ങനെയാണ് മറ്റേ ചിക്കൻ ഫ്രൈ കഴിക്കുന്നതിനെ കുറിച്ചും യാത്രകൾ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ആഗ്രഹിച്ചിട്ടുള്ള അതേപോലെ തന്നെ നിങ്ങൾ ഈ ആഗ്രഹത്തിനെ കുറിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യുക. 33 പ്രാവശ്യം ഈ എഴുതുന്ന സമയത്ത് പറയുക കൂടി ചെയ്യുക. പറയുകയും കാണുകയും കൂടെ ചെയ്യുക. 33 പ്രാവശ്യം 33 ദിവസം എഴുതുക. ഓക്കെ, ഇതാണ് ഈ ടെക്നിക്ക്. എഴുതുക, പറയുക, കാണുക, ഈ 3 അതിനകത്തുള്ളത്. ഓക്കെ, റൈറ്റിംഗ്, ചാൻറ്റിങ്, സീയിങ്, 3 കാര്യമാണുള്ളത്. ഇത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ആ ഒരു മനസ്സിലാക്കി അതിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് എക്സാമ്പിൾ പറയുന്നത് വീഡിയോ ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. പ്രപഞ്ചത്തിൽ 33യുടെ ഒരു കളി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് എ വെരി സീക്രട്ട് നമ്പർ. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ആ ഒരു എന്താണെന്ന് നമ്മൾ അറിയണം, നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തോ ഒരു കാര്യം ആ 33 ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 33 എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പല 33 പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ഞാനത് എൻ്റെ ഒരു വീഡിയോയുടെ സമയപരിധി കൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് പറയാതിരിക്കാൻ നിർബന്ധിതപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക. മറ്റൊരു റൂൾസും ഇല്ല. 33 പ്രാവശ്യം 33 ദിവസം 3:30 രാത്രിയിലോ എഴുതുക. എന്നെ സംബന്ധിച്ച് രാത്രിയിൽ സൈലൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഈ 3:30 എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് രാത്രിയിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയം, എല്ലാം പവർഫുള്ളാണ്, എല്ലാം നമ്മുടെ മനസ്സിലാണ്. ചെയ്യുക. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രപഞ്ചനാഥൻ നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് റിസൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഒരിക്കലും പരീക്ഷണ അടിസ്ഥാനത്തിലൊന്നും ഇത് ചെയ്യാൻ പോരുത്. പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി ഇത് നടക്കും എന്നുള്ള സമ്പൂർണമായ വിശ്വാസത്തിൽ. ഇത് ഒരു സ്പെസിഫിക് പേഴ്സണിനെ മാറ്റാനോ സ്പെസിഫിക് ആയിട്ടുള്ള ആളെ അട്രാക്റ്റ് ചെയ്യാനോ ലോട്ടറി അടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളുടെ ഗോൾസ് മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നമ്മളുടെ ഗോൾസ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഓക്കെ, നമുക്കൊരു വീട് വെക്കുക, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. ഒരു സ്പെസിഫിക് വ്യക്തിയെ, പുറമേയുള്ളൊരു വ്യക്തിയെ ആശ്രയിക്കുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിരിക്കരുത്. അതാണ് ഇതിൻ്റെ റൂൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.